ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങളാണ്. നമ്മുടെ ഏസൽ വില്ലയിലെ ആദ്യത്തെ പെരുന്നാൾ കൂടിയായിരുന്നു. അപ്പം ഞാൻ പിറ്റേന്നേക്ക് വേണ്ടിയിട്ട് ഒരു ചെറുതായ രീതിയിൽ പുഡിങ് ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് കസ്റ്റാർഡ് പുഡിങ് സെറ്റാക്കി കൊണ്ടുവരികയൊക്കെയായിരുന്നു തലേന്ന് രാത്രി നടന്നത്. അപ്പോൾ സെറ്റാക്കി ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ടൈം എന്ന് പറയുന്നത് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരുവിധം എല്ലാവരും ഇറങ്ങി. മോൻ അവിടെ നിന്ന് TV കാണുന്നുണ്ടായിരുന്നു. മോർണിംഗ് ഒരു 6 മണി കഴിയുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. ഇത്തിരി വൈകിപ്പോയി. രാത്രി കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വോയിസ് ഭയങ്കര കുറവായിരുന്നു. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ചായ ഉണ്ടാക്കണം. കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും നമുക്കാവുന്ന പോലെ ഓരോ പണികളൊക്കെ ചെയ്യാം. രാവിലത്തേക്ക് നമ്മുടെ വെള്ളാപ്പം കറിയായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ഭാഗത്ത് ഉച്ചക്കേക്കുള്ള കടുക്ക ഫ്രൈ ശരിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി ഉമ്മയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും പള്ളിയിൽ പെരുന്നാൾ നമസ്കരിക്കാൻ പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചായ സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ പാത്രം കഴിയുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ നേരെ തുടങ്ങി എപ്പോൾ അവസാനിക്കും നോക്കി പോലും അറിയാത്തതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ പാത്രം കഴിക്കൊണ്ടിരിക്കും. രണ്ടാളും പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. നമ്മുടെ ആദ്യത്തെ പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ആൾക്കാരായിട്ട് നാട്ടിൽ വന്നത് കൊണ്ട് ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് കാരണം എനിക്ക് ഒരുങ്ങാനുള്ള ഒരു സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ റെഡിയായി വന്നതെന്ന് തന്നെ പറയാം. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു. ഇവിടുത്തെ മുറ്റത്തായിരുന്നു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പെരുന്നാളുകളിലെ സന്തോഷം എന്ന് പറയുന്നത് പുതിയ ഡ്രസ്സ് ഇടുക, ഫോട്ടോ എടുക്കുക, പുതിയ ഡ്രസ്സ് ഇടുക, ഫോട്ടോ എടുക്കുക. എന്തായാലും എല്ലാവരും വന്നതുകൊണ്ട് തന്നെ വളരെ ഒരു ഉഷാറായിട്ടുള്ള ഒരു പെരുന്നാളായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. നമ്മൾ ബിരിയാണി മാത്രം പുറത്തുനിന്ന് ഓർഡറാക്കി. അതും ഹോംലി ഫുഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. കല്ലുമ്മക്കായ് ഫ്രൈ, അതേപോലെ ഫിഷ് ഫ്രൈ, പിന്നെ സാധാരണ ചോറിന് വേണ്ട കാര്യങ്ങളൊക്കെ. പാപ്പാക്ക് സാധാരണ ചോറാണ് കഴിക്കാൻ പറ്റുക, അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് 2-3 പേരെ കൂടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അവരുടേതായ തിരക്കുകൾ കാരണം അവർക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയായിട്ട് ഒരു ചെറിയൊരു പെരുന്നാൾ ആഘോഷിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പുഡിങ്ങൊക്കെ കഴിച്ചു. പുഡിങ് എന്ന് പറയുന്നത് വിചാരിച്ച രീതിയിലായില്ലെങ്കിൽ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മയും ബാപ്പയും ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരെ നോക്കിയിട്ട് ഒരുപാട് പേര് തറവാട്ടിൽ വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെ അല്ലാതെയും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, നാട്ടുകാരും ബന്ധുക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു. എൻ്റെ പാപ്പാൻ്റെ അനിയൻ്റെ മോനായിട്ട് വരും. മാഷാ അല്ലാഹ്, നല്ല രസമുണ്ടായിരുന്നു മോൻ്റെ കളികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊക്കെ വന്ന് തിരിച്ചു പോകാൻ നിൽക്കുവാണ്. ഈവനിങ് ആയപ്പോൾ നമ്മൾ റീൽസൊക്കെ എടുത്തിരുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ പെരുന്നാൾ ഏസൽ വില്ലയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും വീഡിയോസ് കാണാം. ബൈ ബൈ.